ഇന്ന് എനിക്ക് മാധ്യമപ്രവർത്തകരോടും മാധ്യമങ്ങളോടും പറയാനുള്ളത്, സുനിൽ കനകോലു ഒരു റിപ്പോർട്ട് തന്നു. ആ റിപ്പോർട്ടിൽ കുറേ തോന്നുന്നത് പോലെ, ഓരോ മാധ്യമങ്ങൾക്ക് തോന്നുന്നത് പോലെ അവർക്ക് ഓരോ നിയോജകമണ്ഡലങ്ങളെ എടുത്ത് അവിടെ പിന്നിൽ നിൽക്കുകയാണ് എന്ന രീതിയിൽ പ്രചരണം നടക്കുകയാണ്. അത് അസംബന്ധവും പച്ചക്കള്ളവുമാണ്. KPCC പ്രസിഡന്റ് ഞാനും കാണാത്ത സുനിൽ കനകോലുവിൻ്റെ റിപ്പോർട്ട് എങ്ങനെയാണ് മാധ്യമങ്ങൾ കണ്ടത്? തെറ്റായ റിപ്പോർട്ടുകളാണ്. സുനിൽ കനകോലുവിൻ്റെ അങ്ങനെയൊരു റിപ്പോർട്ടില്ല. ഞങ്ങൾ ഇന്നലെ ചർച്ച ചെയ്തു. സുനിൽ കനകോലു പാർട്ടി ഭാരവാഹിയാണ്. അദ്ദേഹത്തിന് ചുമതലയുണ്ട്, തെരഞ്ഞെടുപ്പിൽ പല സ്ഥലങ്ങളിലും ചുമതലയുണ്ട്, അതിൽ കേരളത്തിൽ ചുമതലയുണ്ട്. ഞങ്ങളുടെ ക്യാമ്പയിൻ എങ്ങനെയായിരിക്കണം, ഞങ്ങളുടെ നെറേറ്റീവ് എന്തായിരിക്കണം എന്ന് ഞങ്ങൾ വിശദമായി ചർച്ച ചെയ്തു. അല്ലാതെ 25 പേരുടെ യോഗത്തിലാണോ ഏത് നിയോജകമണ്ഡലമാണ് വീക്ക്, ഏത് നിയോജകമണ്ഡലമാണ് പ്ലസ് എന്ന് ചർച്ച ചെയ്യുന്നത്? എന്തായാലും KPCC പ്രസിഡന്റ് ഞാനും കാണുമല്ലോ ഇങ്ങനത്തെ ഒരു റിപ്പോർട്ട്. അങ്ങനെ ഒരു റിപ്പോർട്ടില്ല. പച്ചക്കള്ളമാണ് പ്രചരിപ്പിക്കുന്നത്. വളരെ ഹീനമായ തരത്തിലുള്ളൊരു പ്രചരണമാണ്. എനിക്കത് പറയാതിരിക്കാൻ വയ്യ. ഞാൻ കഠിനമായ വാക്കുകൾ ഉപയോഗിക്കുന്നത്. ഓരോ നിയോജകമണ്ഡലത്തിൽ ആളുകൾ മത്സരിക്കുകയാണ്. ഇഷ്ടമില്ലാത്ത ആളുകളുടെ പേരുകൾ വെച്ചുകൊണ്ട് അവിടെ പിന്നിൽ നിൽക്കുകയാണെന്ന് കനകോലു റിപ്പോർട്ടുണ്ടെന്ന് പറയുകയാണ്. കേരളത്തിൽ ഇപ്പോൾ ഏകദേശം 20 മണ്ഡലം ആയി. അങ്ങനെ പറഞ്ഞു 20 മണ്ഡലം UDF പിന്നെയൊക്കെ നിൽക്കുകയാണ്. ഓരോരുത്തർ ഓരോ സൗകര്യത്തിന് ചിലരൊരു 4 എണ്ണം പറയും, വേറൊരു മാധ്യമം വേറൊരു 4 എണ്ണം പറയും. ഓരോ റിപ്പോർട്ടർമാരും ഓരോ സ്ഥലത്ത് നിന്ന് ഓരോരുത്തർക്ക് തോന്നിയതുപോലെ കനകോലു റിപ്പോർട്ടുണ്ടെന്ന് പറയുന്നത്. ഞങ്ങൾ ഇനി അത് എല്ലാവരോടും പറയാൻ ആഗ്രഹിക്കുന്നു. അസംബന്ധവും പച്ചക്കള്ളവുമാണ്. അങ്ങനത്തെ ഒരു റിപ്പോർട്ടില്ല. റിപ്പോർട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ചർച്ച ചെയ്തോളാം. ഞങ്ങളുണ്ടെങ്കിൽ അല്ല, നിങ്ങൾ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് റിപ്പോർട്ട് ചെയ്യുന്നത്? നിങ്ങളുടെ കയ്യിൽ എന്ത് രേഖയുടെ അടിസ്ഥാനത്തിലാണ്, എന്ത് ഇൻഫർമേഷൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങളിത് റിപ്പോർട്ട് ചെയ്യുന്നത്? നിങ്ങൾ സ്ഥാനാർത്ഥികളായി മത്സരിക്കുന്നവരോട് നിങ്ങൾ കാണിക്കുന്ന ജനാധിപത്യ വിരുദ്ധമായൊരു നടപടിയാണ്. ഞാനങ്ങനെ മാധ്യമങ്ങളെ വിമർശിക്കുന്ന ആളല്ല. എന്നെ മാധ്യമങ്ങൾ വിമർശിക്കാറുണ്ട്, ഞാനത് സ്വീകരിക്കാറുണ്ട്, ഞാനത് കറക്റ്റ് ചെയ്യാറുണ്ട്. പക്ഷേ ഒരു ഡോക്യുമെൻറ്റും ഇല്ലാതെ, ഒരു അറിവും ഇല്ലാതെ, ഒരു ഇൻഫർമേഷനും ഇല്ലാതെ വിവിധ മാധ്യമങ്ങൾ തോന്നിയതുപോലെ കേരളത്തിലെ 4ഓ 5ഓ സീറ്റ് എടുത്തിട്ട് അവിടെയെല്ലാം ദുർബലമാണ്, സ്ഥാനാർത്ഥി ദുർബലമാണ്, സിറ്റിംഗ് MPക്ക് ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത് എന്തൊരു ഗുരുതരമായ കൃത്യവിലോപമാണ്. നിങ്ങൾ മാധ്യമ ധർമ്മത്തെ അവഹേളിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ദയവ് ചെയ്ത് അതിൽ നിന്ന് പിന്മാറണം എന്ന് ഞാൻ വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. അത്ര മാറി മാറി മാധ്യമങ്ങൾ വയ്ക്കുമ്പോൾ ഓരോ 4 സീറ്റ് പറയുകയാണ് ഓരോരുത്തർ. നമ്മളൊക്കെ പൊളിറ്റിക്സ് അനലൈസ് ചെയ്യുന്ന ആളുകളല്ലേ, നമുക്കൊക്കെ അറിയാമല്ലോ ഓരോ മണ്ഡലത്തിലെ സ്ഥിതിയൊക്കെ. കേരളത്തിൽ തിരഞ്ഞെടുപ്പ് മത്സരം ഉണ്ടാവും, തിരഞ്ഞെടുപ്പിൽ നല്ല മത്സരം ഉണ്ടാവും. ഞങ്ങൾ മത്സരം ഇല്ല, വോക്ക് ഓവറാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? 20 സീറ്റിലും ജയിക്കാനുള്ള വർക്കാണ് ഞങ്ങൾ ചെയ്യുന്നത്. കാരണം ഞങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യം 20-ൽ 19 പാർലമെൻറ്റിൽ കിട്ടിയതാണ്. അത് മാറേണ്ട യാതൊരു സാഹചര്യവും ഈ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിലില്ല. മാത്രമല്ല, അന്നുണ്ടായിരുന്നതിനേക്കാൾ ഗുരുതരമായ രീതിയിലുള്ള ഒരു ആൻറ്റി ഇൻകംബൻസി സംസ്ഥാന ഗവൺമെൻറ് നേരെയും കേന്ദ്ര ഗവൺമെൻറ് നേരെയും ഉണ്ട്. കേരളത്തിലൊന്നാണ് ഞങ്ങളുടെ അസസ്മെൻറ്റ്. അത് ഞങ്ങളുടെ വിലയിരുത്തലാണ്. അപ്പോൾ ഞങ്ങൾക്ക് 20 ജയിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങളാണ് ഞങ്ങൾ ആസൂത്രണം ചെയ്യുന്നത്. അപ്പോൾ ഒരു തെറ്റായ രീതിയിൽ അങ്ങനെ ഒരു പ്രചരണം നടത്തി സ്ഥാനാർത്ഥികളെ തെരഞ്ഞുപിടിച്ച്, സിറ്റിംഗ് MPമാരെ തെരഞ്ഞുപിടിച്ച് അവർക്കെതിരായിട്ടുള്ള ഇങ്ങനെ ഒരു പ്രചരണത്തിൽ നിന്ന് മാധ്യമങ്ങൾ, നിങ്ങളിപ്പോൾ വന്ന് ഇവിടെ റിപ്പോർട്ട് ചെയ്യണവരോടല്ല ഞാൻ പറയുന്നത്, മാധ്യമങ്ങൾ പിന്മാറണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. അത് മാധ്യമ ധർമ്മത്തിന് യോജിച്ചതല്ല.